അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഏറ്റവും കൂടുതൽ വളർച്ചുള്ള മതം ഇസ്ലാം മതമാണോ? അങ്ങനെ സംഭവം ഉണ്ടോ? അത് വെറും തള്ളാണോ? എന്താലേ അവനാ ശുഷ്കാന്തി കണ്ട പോലെയാ. തള്ളാണോ? അതല്ല. മണ്ടത്തരം പറയാതടാ മണ്ട. മനസ്സിലായി. അതിങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം. അതായത് ജനപ്പെരുപ്പം കൊണ്ട്, അതെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഫെർട്ടിലിറ്റി റേറ്റ്, കുഞ്ഞുങ്ങളുണ്ടായി വളരുന്നത് ഏറ്റവും അധികം ഇസ്ലാമിലാണ്. എനിക്ക് അസൂയൊന്നുമില്ല കേട്ടാ, മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. എന്നാൽ ബൈ കൺവേർഷൻ ഏറ്റവും അധികം ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലോട്ട് കൺവേർട്ട് ആയി വരുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലേക്കാണ്. എന്നാൽ കൺവേർഷൻസിലോട്ട്, വിശ്വാസത്തിലോട്ട് വരുന്നത് ഏറ്റവും അധികം വിശ്വാസത്തിലോട്ട് വരുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലോട്ടാണ്. അതും ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഇസ്ലാം മതമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വമേധയാ സ്വീകരിക്കുന്നത്. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് ഏറ്റവും അധികം വിശ്വാസത്തിലോട്ട് വരുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലോട്ടാണ്. ഇസ്ലാം മതമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വമേധയാ സ്വീകരിക്കുന്നത്. അതും ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാളും 4 മടങ്ങ് കൂടുതൽ ആൾക്കാരാണ് ക്രൈസ്തവ വിശ്വാസത്തിലോട്ട് വരുന്നത്. അതിച്ചിരി കൂടുതലല്ലേ? ഇസ്ലാമിക വിശ്വാസത്തിലോട്ട് വരുന്നവര് 1 മില്യന് താഴെയുള്ളൂ. അതായത് വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. ഏകദേശം 5 ലക്ഷം 6 ലക്ഷം ആൾക്കാര് വരുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? മനസ്സിലായി. ക്രൈസ്തവ വിശ്വാസത്തിലോട്ട് വരുന്നത് 30, അതായത് 3 മില്യൺ 30 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് ക്രൈസ്തവ വിശ്വാസത്തിലോട്ട് വരുന്നത്. മുസ്ലിം ആകുന്ന 70% ആൾക്കാരും 1 വർഷത്തിനുള്ളിൽ തന്നെ ആ മതം വിടുന്നുണ്ട്. ഇത് ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആരും പറഞ്ഞു? കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഇത് പ്യൂ റിസർച്ചിന്റെ കണക്കാണ് കേട്ടോ. അതായത് 10 പേര് ഇസ്ലാമിലോട്ട് വന്നാൽ 1 വർഷത്തിനുള്ളിൽ ഈ 10 പേരിൽ നിന്ന് 7 പേരും തിരിച്ചു പോകുന്നുണ്ട്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ആ ഒരു റിസർച്ചും കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളേ, പേപ്പർ പറഞ്ഞതേ ഉള്ളൂ. പ്യൂ റിസർച്ച് പ്രകാരം ക്രിസ്തുമതം ഉപേക്ഷിച്ചു പോകുന്നവരുടെ നിരക്ക് മതം സ്വീകരിക്കുന്നവരെക്കാൾ കൂടുതലാണ്. അതായത് ഏകദേശം 3-ലധികം ആളുകൾ മതം വിടുമ്പോൾ ഒരാൾ മാത്രമാണ് പുതുതായി ചേരുന്നത്. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് ഘട്ടമാണ്? എന്നാൽ ഇസ്ലാം മതത്തിൽ മതം വിട്ടുപോകുന്നതും പുതുതായി ചേരുന്നതും ഏതാണ്ട് ഒരുപോലെയാണ്. അവിടെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. മനസ്സിലാക്കി തരാം. ഈ കണക്കുകൾ പ്രകാരം ഇസ്ലാം മതത്തിലാണ് വളർച്ച കൂടുതലായി ഉണ്ടാവുക. അതായത് 10 പേര് ഇസ്ലാമിലോട്ട് വന്നാൽ 1 വർഷത്തിനുള്ളിൽ ഈ 10 പേരിൽ നിന്ന് 7 പേരും തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇസ്ലാം മതത്തിൽ മതം വിട്ടുപോകുന്നതും പുതുതായി ചേരുന്നതും ഏതാണ്ട് ഒരുപോലെയാണ്. അവിടെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം പുതുതായി ചേരുന്നവരുടെ എണ്ണം മതം വിട്ടുപോകുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ഈ മില്യൺ 30 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് ക്രൈസ്തവ വിശ്വാസത്തിലോട്ട് വരുന്നത്. ക്രിസ്തുമതത്തിലാകട്ടെ മതം വിട്ടുപോകുന്നവരുടെ നിരക്കാണ് കൂടുതൽ. അതായത് ഏകദേശം 3-ലധികം ആളുകൾ മതം വിടുമ്പോൾ ഒരാൾ മാത്രമാണ് പുതുതായി ചേരുന്നത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ഒത്തിരി പേര് നിരീശ്വരവാദികളാവുന്നുണ്ട്, ഇസ്ലാമിൽ നിന്ന് ഒത്തിരി പേര് നിരീശ്വരവാദികളാവുന്നുണ്ട്. അപ്പൊ ഏറ്റവും അധികം സത്യം പറഞ്ഞ നിരീശ്വരവാദികളാണ് ആകുന്നത്. പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനങ്ങൾ അനുസരിച്ച് പല രാജ്യങ്ങളിലും ക്രിസ്തുമതത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മതം വിട്ടുപോകുന്നത്. പോയേ കയ്യിന്ന് പോയേ പിന്നെ പോയേ. പിന്നെന്താ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി.